ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിങ്ങിലെ ലേണേജ് ടെസ്റ്റിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ടാണ്. നമ്മളൊരു 60 ചോദ്യമാണ് നമ്മൾ മുൻപ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ ഇവിടെ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 35ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കും. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ സിഗ്നലുകൾ പോലെയുള്ള അല്ലെങ്കിൽ ചിഹ്നങ്ങളും അടയാളങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് തീരും. ഇനി അടുത്ത മുതലേ നമ്മൾ അല്ലാതെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ, ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് 61ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, 61ാമത്തെ ചോദ്യത്തിൽ ആ ഒരു സിഗ്നൽ കണ്ടോ, ഒരു ത്രികോണത്തിനകത്ത് ഒരു ചെറിയൊരു ഗോപുരവും ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നിൽ തടസ്സമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മുന്നിൽ തടസ്സമുണ്ട്. ഇനി 62ാമത്തെ ചോദ്യം നോക്കിയേ. 62ാമത്തെ ചോദ്യത്തിൽ ഒരു നീല ചതുരത്തിനകത്ത് കണ്ടോ ഒരു റോഡ് കണ്ടോ, അവിടെ ഒരു ചുവന്ന ഒരു ലൈൻ കൊണ്ട് എന്താ പറയുക, നമ്മൾ ഈ ഒരു ചുവന്ന ലൈൻ ഇല്ല എങ്കിൽ ഇതെന്താണ്, സൈഡ് റോഡ് ഒന്ന് ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചരിച്ചിട്ട രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സൈഡിലൊരു റോഡുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചുവന്ന ഒരു ലൈൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തടസ്സമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൈഡ് റോഡ് തടസ്സം. ഓക്കെ, പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ 63ാമത്തേലും ഏറെക്കുറെ നമ്മുടെ 62-ന് സമാനമായൊരു ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു ബ്ലാക്ക് മുന്നോട്ടൊരു ലൈൻ പോയിട്ട് എന്താണ്, മുന്നിലൊരു ചുവന്ന വര ക്രോസ് ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, മുന്നിലോട്ടുള്ള വഴി തടസ്സം എന്നാണ്. ഓക്കെ, വഴി തടസ്സം ഓർമ്മിച്ച് വയ്ക്കുക. ഇനി 64ാമത്തെ ചോദ്യം നോക്കിയാൽ നമുക്ക് കാണാം, കണ്ടല്ലോ ഇവിടെ പി എന്ന് കൊടുത്തതിന് ശേഷം വലത്തേക്കും ഇടത്തേക്കും ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. വേറെ ഇൻഡുവോ അല്ലെങ്കിൽ ചുവന്ന രീതിയിലുള്ള ലൈനുകളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, പാർക്കിംഗ് ഇരുവശത്തും, നമുക്ക് റോഡിൻ്റെ ഇരുവശത്തും വാഹനം പാർക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇനി 65ാമത്തെ ചോദ്യം നോക്കാം. 65ാമത്തെ ചോദ്യത്തിൽ പാർക്കിംഗ് എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ നമ്മളൊരു ഇരുചക്ര വാഹനത്തിൻ്റെ ഒരു ബൈക്കിൻ്റെ ഒരു ലോഗോയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു സിമ്പലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ പാർക്കിംഗ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്യുക, മോട്ടോർ സൈക്കിൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നോക്കിയോ 66ാമത്തെ ചോദ്യം. ഈ ചോദ്യം ഒന്ന് കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ അല്ലാതെ നോർമലി വാഹനമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സിഗ്നൽ കൂടെയാണത്. കണ്ടോ, ഇടത്തോട്ട് തിരിയാൻ പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന സിഗ്നലാണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കണ്ടല്ലോ ആരോ മാർക്ക് കണ്ടല്ലോ. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇടത്തോട്ട് തിരിയാൻ പോകുന്നു. ഇതിൽ തന്നെ നമുക്ക് ഒരു സാധനം കൂടെ കാണാൻ പറ്റും. കണ്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ അവിടെ ഒരു ചെറിയ ലൈറ്റ് കത്തിയിരിക്കുന്നത് പോലെ ഒരു ചെറിയൊരു സിഗ്നൽ കൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇടത്തോട്ട് വാഹനം തിരിയാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി 67ാമത്തേത് കണ്ടോ, 67ാമത്തേൽ ആരോ മാർക്ക് ആ കൈയുടെ അവിടെ നിന്ന് മേലോട്ടും താഴോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈ മേലോട്ടും താഴോട്ടും കാണിക്കുന്ന എപ്പോഴാണ്, സ്ലോ ഡൗൺ ആണ് അല്ലേ, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് സൂചന നൽകുന്നതാണത്. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ആരോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഇനി 68ാമത്തെ ചോദ്യം നോക്കാം. 68ാമത്തേൽ നമ്മുടെ കൈ കണ്ടല്ലോ മേലോട്ട് മടക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന തരത്തിലാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാനായിട്ട് വരുന്നുണ്ടോ. ഓക്കെ, ഇവിടെ രണ്ടിടത്തും അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വാഹനം നിർത്താൻ പോകുന്നു. ഓക്കെ, വാഹനം നിർത്താൻ പോകുന്നു. ഇനി നമ്മുടെ ട്രാഫിക് പോലീസുകാർ കാണിക്കുന്ന സിഗ്നലാണ്. നോക്കിക്കേ, കണ്ടോ അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ കണ്ടല്ലോ എങ്ങോട്ടാണ് ഇരിപ്പുള്ളത്, വലത്തേ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു, ഇടത്തേ കൈ നീട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള വാഹനങ്ങൾ നിർത്തുക എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ കൈപ്പത്തിയുടെ ഇതുകൂടെ ശ്രദ്ധിച്ചോളണം കേട്ടോ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള വാഹനങ്ങൾ നിർത്തുക. ഇനി അദ്ദേഹത്തിൻ്റെ വലത് കൈ മാത്രം മേലോട്ട് പൊക്കി പിടിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, കൈപ്പത്തി നേരെയാണ് വെച്ചിട്ടുള്ളത്. അതായത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക, അതായത് സ്റ്റോപ്പ് എന്നുള്ള മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തുക എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലാണ്. ഓക്കെ, ഇനി 71ാമത്തെ ചോദ്യം നോക്കാം. 71ാമത്തെ ചോദ്യം കണ്ടല്ലോ. ഓക്കെ, ഇതിന് സമാനമായ ഒരു ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഇടുങ്ങിയ റോഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇതായത് ഇടുങ്ങിയ പാലം, ഇടുങ്ങിയ പാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ ഒരു ത്രികോണത്തിനകത്താണ് അത് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ത്രികോണത്തിനകത്ത് തന്നെ നമുക്കൊരു വള്ളവും അതിൻ്റെ ചെറിയൊരു ലോഗോയൊക്കെ നമുക്കവിടെ കാണാനായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു സിമ്പിൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു കടത്ത് മുന്നിലുണ്ട്. കടത്തെന്ന് പറയുമ്പോൾ ഈ വള്ളം വഴി പോകുന്ന ഒരു ഇത്. പണ്ടൊക്കെയാണ് കൂടുതൽ നമുക്ക് ഈ ഒരു സിഗ്നലൊക്കെ ഉള്ളത്. ഇപ്പോൾ അധികം ഇതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ കടത്ത് മുന്നിലുണ്ട് എന്നുള്ളതാണ്.
ഇനി നമുക്ക് 73ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അവിടെ നമുക്കൊരു ത്രികോണത്തിനകത്ത് ഒരു ടി കാണാനായിട്ട് പറ്റും. വേറെ എന്താണ് റെഡ് ലൈനുള്ള ക്രോസ് ലൈനോ അതിനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ടി ജംഗ്ഷൻ എന്നാണ് കേട്ടോ. ടി ജംഗ്ഷൻ. ഇനി 74ാമത്തത് കണ്ടല്ലോ. 74ാമത്തതിൽ ആ ത്രികോണത്തിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നേരെ ഒരു റോഡ് പോയിരിക്കുന്നു. അതിൻ്റെ ആദ്യത വലത്തേക്ക് ഒരു തിരിവുണ്ട്, അത് കഴിഞ്ഞ് ഇടത്തേക്ക് തിരിവുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശാഖാ റോഡുകൾ വലതുവശം ഇടതുവശം, ഓക്കെ, രണ്ട് സൈഡിലേക്ക് റോഡിൻ്റെ ബ്രാഞ്ചുകൾ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. ശാഖാ റോഡുകൾ പോകുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കിയേ 75ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ ആരോ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ആരോ മാർക്ക് കാണാനായിട്ട് പറ്റും. അതിൽ മുന്നോട്ടുള്ള ആരോ മാർക്കിൽ ക്രോസ് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം പ്രവേശനം എതിർദിശയിലെ വാഹനങ്ങൾക്ക് മാത്രമെന്നാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം വൺ വേ എന്നാണ്. ഓക്കെ, ഒരു ദിശയിലേക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വാഹനം വരുന്നുള്ളൂ. അതായത് നമ്മൾ ഓപ്പോസിറ്റ് വരും, നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പ്രവേശിക്കാൻ, മുന്നോട്ടുള്ള വാഹനങ്ങൾ പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ളതിലും പിന്നോട്ടുള്ളതിലേക്കും എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ക്രോസ് ലൈൻ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇരു ദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ മുന്നോട്ടും പോകാൻ പാടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടില്ല. 77ാമത്തെ ചോദ്യം നോക്കാം. മിക്കവാറും ഈ സിമ്പിളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം വലിയ പാലങ്ങളിലും മറ്റുമൊക്കെ ആയിരിക്കും ഇത് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ഭാരപരിധിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 5T എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ടൺ എന്നാണ് കേട്ടോ. അപ്പോൾ 5 ടൺ അതിൻ്റെ, അതായത് വാഹനത്തിൻ്റെ മൊത്തം ഭാരപരിധി, അല്ലെങ്കിൽ നമ്മൾ ലോഡൊക്കെ കയറ്റിയിരിക്കും പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ പ്രധാനമായിട്ടും പാലിക്കേണ്ട ഒരിതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് 5 ടൺ. ഇനിയിപ്പോൾ 4 ആണെങ്കിൽ എന്താണ് 4 ടൺ. അങ്ങനെ ആ സംഖ്യ അനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ വ്യത്യാസം വരും. ഈ 78ാമത്തത് നമ്മളിതിന് സമാനമായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കി, ഇതിൽ ആരോ മാർക്ക് എന്ന് പറയുമ്പോൾ നേരെ വലത്തോട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വലത്തോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായി ഇവിടെ ഒരു നീല വൃത്തത്തിനകത്ത് മൊത്തവും എന്താണ്, അതിൻ്റെ അകം നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് നീല ഫില്ല് ചെയ്തിരിക്കുന്നു. അതിലെന്ത് ചെയ്യണം, നമ്മുടെ ഒരു സൈക്കിളിൻ്റെ ഒരു ചെറിയൊരു സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, സൈക്കിൾ ട്രാക്ക് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സൈക്കിൾ ട്രാക്ക്. ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ആ ഒരു സ്പൂണും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഒരു നീലക്കോളത്തിനകത്ത്. അതിൻ്റെ അർത്ഥം ഭക്ഷണശാല എന്നാണ് കേട്ടോ. അത് മിക്കവാറും ഓൾറെഡി നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സിമ്പിൾ കൂടെയാണ് കേട്ടോ, ഭക്ഷണശാല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാഫിക് പോലീസിൻ്റെ 2 നമ്മൾ നോക്കിയായിരുന്നു. അതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം. ഓക്കെ, 81ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം വലത്തേ കൈയെടുത്ത് ഒരു വശത്തേക്ക് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ വച്ചിട്ടുണ്ട്. മറുവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇടത്തേ കൈ എന്താണ്, മടക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു സ്റ്റോപ്പിൻ്റെ ആ ഒരു സിഗ്നൽ കൈപ്പത്തി ഒരു മലർത്തിയ രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇടത്തേ കൈയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, ഇടത്തേ കൈയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക. ഇനി 83ാമത്തെ നോക്കാം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ 2 കൈ ഉയർത്തിപ്പിടിച്ച് സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ് കൈ വെച്ചിട്ടുള്ളത്, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടതു നിന്നും വലതു നിന്നുമുള്ള വാഹനങ്ങളെ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, റോഡിൻ്റെ 2 വശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തിയിരിക്കുന്നു. ഇനി 84ാമത്തേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടല്ലോ, നമ്മുടെ വലത് കൈ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇടത്തേ കൈ പകുതി മടക്കിയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു കഴുത്തിനൊക്കെ നേരെയായിട്ടാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടതു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ്. ഓക്കെ, ഇടതു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഇനി 85ാമത്തെ നോക്കാം. 85ാമത്തേൽ ഇവിടെ വലത് കൈ അദ്ദേഹം മടക്കി വെച്ചിരിക്കുന്നു, ഇടത് കൈ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 81ാമത്തെ ചോദ്യത്തിന് സമാനമായൊരു ചോദ്യമാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ അദ്ദേഹം ഇടത് കൈ മടക്കി വെച്ചിരിക്കുന്നു, ഇവിടെയാണെങ്കിൽ വലത് കൈയാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വലത് കൈ മടക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ അർത്ഥം എന്താണ്, വലതു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ്. വലതു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഇനി 86ാമത്തെ ഇത് നോക്കിയേ, കണ്ടോ, കൈ രണ്ടും ഒരു ത്രികോണ ആകൃതിയിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, രണ്ടും മേളിലോട്ടൊന്ന് ജസ്റ്റ് മടക്കി വച്ചിരിക്കുന്ന രീതിയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചിഹ്നം മാറ്റൽ, അതായത് എന്താണ് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നം മാറ്റാൻ പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ കാണുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് 87ാമത്തേലോട്ട് പോവാം. 87ാമത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതിന് സമാനമായൊരിത് തന്നെയാണ് കേട്ടോ. 84ാമത്തെ ചോദ്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഇതിവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ്. കണ്ടോ, ഒരു കൈ എന്ത് ചെയ്യും, ഇടത് കൈ മടക്കി വെച്ചിരിക്കുന്നു, വലത് കൈയിൽ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു വശത്ത് നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഒരു വശമാണ്. 81ാമത്തതും അത് തന്നെയാണ് കേട്ടോ, ഒരു വശത്ത് നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഒരുപാട് സിമിലറായിട്ട് കൂടെ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത 88ാമത്തത്.
88ാമത്തത് കണ്ടല്ലോ, ആ ഒരു സിഗ്നൽ കണ്ടോ? ഓക്കെ, ടീ പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നേരെ മുന്നോട്ടാണ് ആ ഒരു കൈ ഇരിപ്പുള്ളത്. കണ്ടോ, വലത് കൈ ഇരിക്കുന്നതുണ്ടോ? ഓക്കെ ഓക്കെ, അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ തന്നെ മടക്കി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ വലത് കൈ എന്ത് ചെയ്തു? സ്റ്റോപ്പും കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കൈ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സോറി, ഇടത് കൈ സ്റ്റോപ്പും കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടീ പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങൾ എന്ത് ചെയ്യുക? കടത്തി വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൈയിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ടത് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത് നോക്കി 89ാമത്തെ ചോദ്യം നോക്കാം. 89ാമത്തേൽ കണ്ടല്ലോ, കൈ കണ്ടോ മടക്കി വെച്ചിരിക്കുന്ന രീതി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ VIP സല്യൂട്ടാണ് കേട്ടോ. VIP മാരൊക്കെ പോകുമ്പോൾ സല്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി അടുത്ത് 90ാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ അതിൽ കണ്ടോ, ഒരു കൈ സ്റ്റോപ്പ് പോലെയും മറ്റൊരു കൈ എന്താണ് വാഹനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ടീ പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കൊരു 5 ചോദ്യം കൂടെ ഉള്ളൂ കേട്ടോ. 5 ചോദ്യം കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സിഗ്നലിൻ്റെ ഈ ഒരു സെക്ഷൻ നമുക്ക് കഴിയും. ഓക്കെ, ഇനി 91ാമത്തെ ചോദ്യം നോക്കാം. 91ാമത്തെ നോക്കിയോ, കാറിനകത്ത് ഇരുന്നു കൊണ്ട് വലത് കൈ കണ്ടോ, വലത് കൈ നേരെ പുറത്തോട്ട് നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? വെറുതെ നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലത്തോട്ട് തിരിയുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വലത്തോട്ട് തിരിയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കവിടെ മറ്റൊരു സൂചന കൂടെ കാണാൻ പറ്റും. കണ്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കണ്ടോ ഇവിടെ കത്തി നിൽക്കുന്ന രീതിയിൽ വലത് സൈഡിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വലത്തോട്ട് തിരിയുവാൻ വേണ്ടി. ഓക്കെ, ഇനി അടുത്ത് 92ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, 92ാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹാഫ് സർക്കിളിൻ്റെ ഒരു സിമ്പലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഹാഫ് സർക്കിളിൻ്റെ സിമ്പലാണ്. പിന്നെ അത് തൊട്ട് പുറകെ വേറൊരു വാഹനത്തിൻ്റെ ഇതുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്നത് പോലെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സ് കൂടെ നോക്കി വയ്ക്കുക കേട്ടോ. പുറകിൽ വരുന്ന വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഓവർടേക്കിംഗ് സിഗ്നലാണ്. ഓക്കെ, ഇനി അടുത്ത് 93ാമത്തെ നമ്മുടെ ട്രാഫിക് സൈനുകളാണ്. നമ്മൾ എപ്പോഴും കാണുന്ന സാധാരണമായ സിഗ്നലുകൾ തന്നെയാണെങ്കിലും അതിലിപ്പോഴും ഒരു വ്യക്തത വരാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പച്ച തന്നെ നോക്കാം കേട്ടോ. നമ്മുടെ വാഹനത്തിന് മുന്നോട്ട് പോകാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പച്ച. ഓക്കെ, അപ്പോൾ പച്ച കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി അടുത്ത് ചുവപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനം നിർത്തിയിട്ട് കാത്തു നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചുവപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വാഹനം നിർത്തുക എന്നുള്ളതാണ്. ഇനി പോകുവാൻ തയ്യാറാവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് മഞ്ഞ. ഓക്കെ, പോകുവാൻ തയ്യാറാവുക. അതായത് ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നലുള്ള ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചുവന്ന സിഗ്നൽ കാണുമ്പോൾ നമ്മൾ വാഹനം നിർത്തി ശേഷം നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് മഞ്ഞ കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാഹനവുമായി മുന്നോട്ട് പോകുവാനുള്ള തയ്യാറെടുക്കണം. പച്ച കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 95 ചോദ്യങ്ങളാണ് നമ്മൾ മൊത്തത്തിൽ നോക്കിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ 30 നോക്കി. അടുത്ത സെക്ഷനിൽ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ അടുത്ത 30 നോക്കി. അപ്പോൾ 60ആയി. ഇപ്പോൾ ഒരു 35 ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 95 ചോദ്യങ്ങളായി. ഇനി അടുത്ത നമ്മൾ ഈ ഒരു സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള എന്താണ് ചിത്രം കാണിച്ചുള്ള ചോദ്യങ്ങളല്ല, അല്ലാതെയുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കമൻറ്റുകൾ കൂടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.